വരട്ടെ ഒരാൾ. സന്തോഷ് ട്രോഫി ജയിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഡബിൾ പ്രൊമോഷൻ കൊടുത്തു അച്ഛൻ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഒരിക്കൽ വിജയൻ തന്നെയാണ് എൻ്റെ അടുത്തത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വിജയൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അതായത് അന്ന് എൻ്റെ അച്ഛനല്ലായിരുന്നു വേറൊരാളാണ് അന്ന് മന്ത്രിയായിരുന്നെങ്കിൽ ഇങ്ങനെ കിട്ടുമായിരുന്നു, ഇങ്ങനെ ഒരു അംഗീകാരം തരുമായിരുന്നോ? എന്താണ് വിജയൻ്റെ അഭിപ്രായം? ലീഡറുടെ മകളാണ്, നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് പത്മജ. അല്ല, എനിക്ക് അന്ന് പോലീസിൽ എടുക്കുമ്പോൾ ജോസഫ് സാറും കരാൻ സാറും ഇപ്പോൾ ഒരു നല്ലൊരു പ്ലെയറിന് അങ്ങനെയാണ് നമ്മുടെ ടീം വലിയ ടീമാവണത്. കാരണം കേരള പോലീസ് ഫുട്ബോൾ ടീം മാത്രമല്ല കേട്ടോ, അല്ലാതും ഇപ്പോൾ ഏതെങ്കിലും നല്ലൊരു പ്ലെയർ, വോളിബോളിൽ നല്ലൊരു പ്ലെയറിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വന്ന് പറയും, ജോസഫ് സാറ് പറയും, DGP അല്ലേ, കരാൻ സാറോട് അപ്പോയിൻമെൻറ്റ് കൊടുത്തു എന്ന് പറയുള്ളൂ, വേറെ ഇതിൽ ചോദ്യമൊന്നുമില്ല. അങ്ങനെയാണ് ഇപ്പോൾ 18 വയസ്സിൽ കണ്ടു. അപ്പോൾ സാറില്ല, കുഴപ്പമില്ല, ജോലി. അപ്പോൾ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മോഹൻ ബാനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് സന്തോഷ് ട്രോഫി കളിച്ചിട്ടാണ് ഞാൻ ഡബിൾ പ്രൊമോഷൻ കിട്ടിയത്. ലീഡറാണ് തരുന്നത്, ലീഡർ തരുന്നത്. പക്ഷേ എനിക്ക് ബുദ്ധിയില്ലാത്ത കാരണം ഞാൻ ജോയിൻ ചെയ്യാണ്ട് വീണ്ടും തിരിച്ചുപോയി. അപ്പോഴാണ് ആരോ പറഞ്ഞു, വേറൊന്നുമല്ല വിജയൻ, നമ്മളെല്ലാ വശങ്ങളും ഈ വിജയൻ അല്പം നന്ദികേട് കാണിച്ചോ എന്നൊരു ചോദ്യം. 8 കൊല്ലം പോയപ്പോ ഫസ്റ്റ് വിട്ടു ഞാൻ 91 പോയത്. അപ്പോൾ 91 പോകുമ്പോൾ അപ്പം നന്നായി കളിച്ച് ഇങ്ങനെ വന്ന് കയ്യും വെച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണ സമയത്താണ് കേരളത്തിനെ വഞ്ചിച്ചു. അന്ന് മൊബൈലൊന്നും ഇല്ല, അല്ലെങ്കിൽ മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ വാട്സപ്പിനോ ഇല്ല, കംപ്ലീറ്റ് ലെറ്ററിലാണ്. തെറിയുടെ അഭിഷേകമാണ്. അമ്മക്ക് വീട്ടിൽ നിന്ന് കട്ടിലുമ്പന്ന് വീണ് തകിട് പിടിയതിൻ്റെ അമ്മമാര് തെറികളെ വരാ. കാരണം രാജ്യത്തിനെ വഞ്ചിച്ചു, കേരളത്തിനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മക്ക് ചീത്ത കേട്ട് കട്ടിലുമ്പന്ന് വീണു. ആ നിലയ്ക്കുള്ള ചീത്തയായിരുന്നു. അപ്പോൾ ഞാനെന്ത് വലിയ കൊലക്കുറ്റം ചെയ്ത പോലെ രാജ്യത്തിനെ അല്ല കേരളത്തെ വഞ്ചിച്ചു, അങ്ങനെ വിജയം കേരളം വിട്ടു പോകുന്ന കഴിഞ്ഞ് ഞാൻ പോയി. അപ്പോൾ ആ സമയത്ത് സൈൻ ചെയ്യുന്ന മോഹൻ ബാനിലേക്ക് പോയത്. മോഹൻ ബാനിൽ പോയി ആ സമയത്ത് വിഡ്രോ ചെയ്യുന്ന ഒരു ടൈമുണ്ട്. അപ്പോൾ വിഡ്രോ അപ്പോൾ ഷബ് സാർ അവിടെ ഉണ്ട്, മോഹൻ ബാനിലുണ്ട്. ഷബ് സാർ ഉള്ളത് എനിക്ക് അപ്പം അറിയില്ല, ഞാൻ ഒറ്റയ്ക്കാന്ന് വെച്ചിട്ട് ഞാൻ വിഡ്രോ ചെയ്തപ്പോൾ വീണ്ടും കേരളത്തിൽ കളിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവർ മോഹൻ സമ്മതിച്ചില്ല. അപ്പം ഷബ് സാർ അവിടെ നിന്ന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാനുണ്ട് ഇവിടെ, നീണ്ടു വന്നു പറഞ്ഞു. അപ്പം അതുകൊണ്ട് വിഡ്രോ ചെയ്തുകൊണ്ടൊരു ഗുണം 25,000 രൂപയും കൂടുതൽ കിട്ടി. വീണ്ടും സൈൻ ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ വീണ്ടും സൈൻ ചെയ്തു. മോഹൻ ബാനിൽ തന്നെ പോയി. അപ്പോൾ അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർ ഇന്ത്യൻ ക്യാമ്പ് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു. അപ്പോൾ അവർ കൽക്കട്ടയിൽ നിന്ന് തന്നെ സൈൻ ചെയ്യപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിൽ വന്നു. കൊളുത്തുംപാടെന്ന് പറഞ്ഞ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ 2-3 ബംഗാളീസ് വന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയാ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നു. അപ്പോൾ എന്നെ കൊണ്ട് അമ്മ മാത്രമുള്ളൂ വീട്ടിൽ. പോവാന്നുണ്ട് കൽക്കട്ട പോകാൻ നോക്കുമ്പോൾ ഇവര് ബംഗാളികൾ മൂത്തര കണ്ട കാലുമ തൊട്ട്. നമ്മുടെ അവിടെ അങ്ങനത്രയ്ക്ക് ഇവിടെ അങ്ങനെ ഒരു സംസ്കാരമില്ല. അമ്മരെ കാലുമ ഒരു 3 പേര് വീണു ചോദിക്കും, എൻ്റെ മോനെ കൊല്ലാൻ കൊണ്ടുപോകണം. എന്നിട്ട് അമ്മ ഒരു ജാതി കരച്ചില്ലേ, അമ്മ കളിക്കാൻ പോകണമെന്ന് കൊല്ലാം. അമ്മയ്ക്ക് പേടിയായി പെട്ടെന്നായി. അവർ 3 പേര് ഒരുമിച്ച് കാലും വീണ്ട് തൊട്ട് കറിച്ച് ബാന്നിട്ട് കൊണ്ടുപോകണ്. അമ്മ പറഞ്ഞ കരച്ചില്. ഞാൻ പറഞ്ഞു, ഇല്ലമ്മ കളിക്കാൻ പോണാണ്. അയ്യോ, അവർക്ക് അങ്ങനെയൊന്നും അറിയില്ലല്ലോ. ഞാൻ ഇത്രയും കണ്ടിന്യൂസ് ഇങ്ങനെ ഇന്ത്യ കളിക്കാനും ഇത്രയും ഇപ്പോൾ അർജുനോടായാലും എല്ലാം കിട്ടാൻ കാരണം കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽക്കട്ട പോയതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് വിജയന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് കേരളം കഴിഞ്ഞാൽ പിന്നെ കൽക്കട്ടയിലായിരിക്കും, അല്ലെങ്കിൽ കേരളത്തോടൊപ്പം. അത് ബ്ലൈൻഡ് ഫാനാണ് അവിടുത്തെ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഇപ്പോൾ പോയാലും നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽക്കട്ടയിൽ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അവിടെ എത്ര വർഷം കളിച്ചു? ഞാനൊരു 5 കൊല്ലം മോഹൻ ബാനും ഒരു 2 കൊല്ലം ഈസ്റ്റ് ബംഗാളിൽ കളിച്ചു. അങ്ങനെ കളിച്ചു. പിന്നെ അവിടെ അങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ അവിടെ കളിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഞങ്ങൾ പുറത്ത് പോയി കളിക്കുന്നത് അഗൈൻസ്റ്റ് കളിക്കുന്നൊക്കെ ഇവിടുത്തെ ടീമിൻ്റെ കൂടെ തന്നെ അവിടെ തന്നെ കളിക്കണേ. അപ്പോഴും അവർ നമ്മുടെ കളികൾ കാണല്ലേ. എവിടെ പോയാലും അവിടെ എത്തിനാ കളി, അവിടെ കളികൾ വരുന്നത്. സോൾട്ട് ലേക്ക് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ വിജയന് മറക്കാൻ പറ്റാത്തതാണ്. ഒരിക്കലും പറ്റില്ല. വിജയന്റെ ഉപ്പ് വീണ സ്ഥലമാണ് അവിടുത്തെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയം. അയ്യോ, സോൾട്ട് ലേക്ക് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലമല്ലേ.